മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ട്രിജി സുരേഷ്. ചെമ്പന്തൊട്ടിയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് സെപ്റ്റംബർ 15-ാം തീയതി സ്ട്രോക്ക് വന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടു. ഒരു ഭാഗം തളർന്നു പോയിരുന്നു. മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞു. ട്രാക്കിയോസ്റ്റമി ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 15-ാം തീയതി ഞാൻ അച്ഛനെ കാണാൻ വന്നു. അമ്മയുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ട്രാക്കിയോസ്റ്റമി ചെയ്ത് ഇപ്പോഴൊന്നും അടയ്ക്കാൻ പറ്റില്ല എന്നാണ് 18-ാം തീയതി രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം അടയ്ക്കാൻ സാധിച്ചു. 3 മാസമായിട്ടും സംസാരിക്കാതിരുന്ന അമ്മ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് ഇതിലെ ഇങ്ങനെ പൈപ്പ് ഇടുന്ന പരിപാടിനെ കുറിച്ചാണ് പറഞ്ഞത്. കുറെ നാളങ്ങനെ തന്നെ ഇടേണ്ട വരും എന്ന് പറഞ്ഞതാണ്. ഇത് വന്ന് പിറ്റേ ദിവസം തന്നെ അത് മാറ്റാനായിട്ട് സാധിച്ചു. സംസാരിക്കാൻ 3 മാസമെങ്കിലും സമയമെടുക്കും എന്ന് പറഞ്ഞത് ഏറ്റവും അടുത്തത് പെട്ടെന്ന് തന്നെ സംസാരിക്കാനായിട്ട് സാധിച്ചു. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബിൻസി, കേളകത്തു നിന്നും വരുന്നു. എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്തിരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ച് പൂർണ്ണ സൗഖ്യം ലഭിച്ചിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോൾ തൂക്കം കുറയാൻ തുടങ്ങി. 10 കിലോ വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പിന്നെയും ക്യാൻസർ വന്നോ എന്ന് ഡോക്ടർക്ക് സംശയമായി. അതറിയാനായി ടെസ്റ്റ് നടത്തി. ഞാൻ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാം എന്ന് പറഞ്ഞ് ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ലാതെ ഈശോ കാത്തു. ഇത്രയധികം അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ലിജി. ഞാൻ കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. ആവിലയിൽ അച്ഛനെ കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം യാചിക്കുകയും ചെയ്തതിന്റെ ഫലമായി എനിക്കുണ്ടായിരുന്ന അലർജി രോഗം, ഉപ്പൂറ്റി വേദന, ഷോൾഡർ വേദന മാറുകയും എൻ്റെ മകൻ ഡിഗ്രിയിൽ തെലുങ്ക് പരീക്ഷ പാസ്സാവുകയും വിദേശത്ത് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ആരാധന. കരമടിച്ച് നന്ദി പറയാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോയ്സി. ഞാൻ ഉളിക്കലിൽ നിന്നാണ്. ഇസ്രയേൽ ആണുള്ളത്. വളരെ പ്രതിസന്ധികളിൽ ഏർപ്പെട്ടിട്ടാണ് ഇസ്രയേൽ എത്തിയത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ എനിക്ക് അനുവദിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ വന്നിട്ട് 2 മാസമായി. 1 മാസമായിട്ട് മൂക്കിൽ മരുന്നൊഴിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് മൂക്കടപ്പാണ്. ഇങ്ങനെ ഡെയിലി മരുന്നൊഴിച്ചാൽ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ എന്നും നെഞ്ചരിച്ചിൽ ആണ്. ഭക്ഷണം പറ്റുന്നില്ല. ഞാനിത് അച്ഛന് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനകൾ എന്നും കൂടാറുണ്ട്. രാത്രിയിൽ അങ്ങനെ ഞാൻ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നിരുന്നു. ഈശോ എനിക്ക് സുഖമാക്കി തന്നു. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി നഷ്ടമായിരുന്നു. ജോലിയും തന്ന് അനുഗ്രഹിച്ചു. ജീവിത പങ്കാളിയുടെ മദ്യപാനം പൂർണ്ണമായി മാറിയതിനും ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും വിശുദ്ധ അമ്മ ത്രേസ്യായ്ക്കും റാപ്സൻ അച്ഛനും ഒരുപാട് നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ ചെടിക്കുളത്തു നിന്നും വരുന്നു. എൻ്റെ ബന്ധുവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവർക്ക് ഷുഗർ കൂടി കിഡ്നിക്ക് പഴുപ്പ് ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മൂത്രത്തിന്റെ കളറ് മാറി, പനിയും ബാധിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ കർമ്മല മാതാവിന്റെ നാമത്തിൽ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം എഴുതി അറിയിച്ചേക്കാം, എത്രയും വേഗം അസുഖം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായി അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ചിഞ്ചു. എനിക്ക് കിട്ടിയ ഒരു കൃപ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇത് എഴുതുന്നത്. ഡിസംബർ 6-ാം തീയതിയിലുള്ള ചെമ്പേരി ബസിലിക്കയിലേക്കുള്ള ദണ്ഡവിമോചന യാത്രയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. പയ്യാവൂർ എത്തിയപ്പോഴേക്കും എനിക്ക് തല കറങ്ങുകയും ഛർദിക്കാൻ വരികയും ഗ്യാസ് കയറി നടക്കാൻ വയ്യാതെയുമായി. കൂടെയുള്ളവർ പറഞ്ഞു, നീ ഇനി നടന്നാൽ എവിടെയെങ്കിലും വീഴും, ബസ്സിൽ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഞാൻ നിയോഗം വെച്ച് നടക്കുന്നതാണ്, എനിക്കിത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആവിലായിലെ അമ്മയോടും ബന്ധിതനായ ഈശോയോടും പറഞ്ഞു, എനിക്ക് അവിടം വരെ നടക്കാനുള്ള കൃപ തന്നാൽ
സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്ന് നേർന്നു. കൂടാതെ ഞാൻ ഓരോ കാലെടുത്ത് വയ്ക്കുമ്പോഴും ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കാലുകളെ നീ ഭക്ഷിക്കണമേ, നിന്റെ കാലുകളാക്കണമേ എന്ന്. അങ്ങനെ ചെമ്പേരി വരെ നടക്കാനുള്ള കൃപ നൽകുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും ഒരുപാട് നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എൻ്റെ പേര് KJ മാത്യു, സ്ഥലം അമ്മത്തി, വീരാജ്പേട്ട. കുറെ കാലമായി വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന വീടും സ്ഥലവും ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യയുടെയും കർമ്മല മാതാവിന്റെയും മാധ്യസ്ഥത്താൽ ബന്ധിതനായ ഈശോയുടെ അനുഗ്രഹത്താൽ വിൽക്കുവാൻ സാധിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാധ്യസ്ഥം വഹിച്ച കർമ്മല മാതാവിനും വിശുദ്ധ അമ്മത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് മിനി, സ്ഥലം കോളിത്തട്ട്. എൻ്റെ മോന് കൈക്കും കാലിനുമെല്ലാം പല സ്ഥലങ്ങളിൽ നീര് വെച്ച് വരുമായിരുന്നു. എന്താണെന്നറിയാതെ ഞാൻ വിഷമിച്ചു. ഇവിടെ നിന്നും കിട്ടിയ വെഞ്ചരിച്ച എണ്ണ പുരട്ടിക്കൊടുത്തു. നീര് മാറിക്കിട്ടിയാൽ ആവിലാപ്പള്ളിയിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി പൂർണ്ണമായും നീര് മാറിക്കിട്ടി. അതുപോലെ തന്നെ മക്കളുടെ അലർജി ചുമ മാറുന്നതിനു വേണ്ടി സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നിരുന്നു. പൂർണ്ണ സൗഖ്യം കിട്ടി. ഞങ്ങൾക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാബ്സൺ അച്ഛനും നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോയ്ക്ക് നന്ദി. ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ ചേച്ചിക്കും കുടുംബത്തിനും വേണ്ടിയാണ്. പേര് മറിയക്കുട്ടി, സ്ഥലം വയനാട്. അവർക്ക് സ്വന്തമായി കിണറില്ലായിരുന്നു. കിണർ കുഴിക്കുന്നതിനുള്ള സാഹചര്യം ഈശോ ഒരുക്കി കൊടുത്തു. അവിടെ കൂടുതലും കുഴൽ കിണറുകളാണ്. പല കിണറുകളും വെള്ളമില്ലാതെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കിണറിന്റെ അവസ്ഥ എന്താകുമെന്ന് പേടിയുണ്ടായിരുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എന്നും ചൊല്ലുന്നുണ്ടായിരുന്നു. ഒരു കുഴപ്പവും കൂടാതെ ഇഷ്ടം പോലെ വെള്ളം തരണം, ഈശോയെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. ഡിസംബർ 30 കിണർ കുഴിച്ചു. ഇഷ്ടം പോലെ വെള്ളം തന്ന് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജോമോൾ, സ്ഥലം കീഴ്പള്ളി. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ അമ്മയ്ക്ക് 2 കണ്ണും തിമിരത്തിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 പ്രാവശ്യം ഡേറ്റ് എടുത്തു. എന്നാൽ 3 പ്രാവശ്യവും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോഴും ഓപ്പറേഷന് പോയില്ല. ഇതിൻ്റെ ഇടയിൽ അച്ഛനെ കണ്ട് 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 1 മാസം മുമ്പ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ടെസ്റ്റുകളെല്ലാം ചെയ്തു. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണാടി വെച്ചാൽ മതിയെന്ന്. അതുപോലെ എനിക്ക് മുണ്ടുനീര് വന്നപ്പോൾ അസഹ്യമായ വേദനയായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഇത് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ഇടപഴകിയിട്ടും കുഞ്ഞിന് മുണ്ടുനീര് വന്നില്ല. എനിക്ക് പുറത്തിറങ്ങുമ്പോൾ ദേഹമാസകലം ചൊറിഞ്ഞു തടിക്കുമായിരുന്നു. അതുകൊണ്ട് എവിടെയും പോകാൻ പറ്റുകയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാറ്റമുണ്ടാകാൻ തുടങ്ങി. അതുപോലെ കലോത്സവത്തിന് സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോൾക്ക് പങ്കെടുത്ത എല്ലാ പരിപാടിക്കും വിജയം കൈവരിക്കാൻ സാധിച്ചു. കുഞ്ഞിന് എപ്പോഴും പനിയും കഫക്കെട്ടും വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് കുഞ്ഞിനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുറേ മാസങ്ങളായി അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, കണ്ണിന് ഓപ്പറേഷൻ, തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഇടവരുത്തിയതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അന്തർ കണ്ടതും മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ പേര് അതുല്യ സിബി, കച്ചേരിക്കടവ് ഇടവകാംഗമാണ്. ഞാൻ ജർമ്മനിയിൽ തുടർ പഠനത്തിനായി അപ്ലൈ ചെയ്തിട്ട് വിസ വരാൻ തടസ്സം വന്നപ്പോഴാണ് ആവിലയിൽ വന്ന് അച്ഛനെ കണ്ടത്. വിസ വളരെ താമസിച്ചതിനാൽ കൃത്യസമയത്ത് അവിടെ എത്താൻ കഴിഞ്ഞില്ല. കോളേജിൽ അഡ്മിഷൻ ക്യാൻസൽ ആവുകയും ചെയ്തു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം സമയത്ത് നടക്കുമെന്ന് പറഞ്ഞു. 3 മാസത്തിന് ശേഷം അതേ കോളേജിൽ വീണ്ടും അഡ്മിഷൻ ശരിയാവുകയും ചെയ്തു. ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കുന്നു. ഇത്രയും അനുഗ്രഹം നൽകിയ ദൈവത്തിനും ആവില അമ്മയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൺ അച്ഛനും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കരമടിച്ച കർത്താവിനെന്ന് പറയാം. ഈശോയേ, എന്റെ പേര് ടിനി, ഇരിട്ടിയിൽ താമസിക്കുന്നു. എന്റെ മകൾ ടെസ്സ ഓസ്ട്രേലിയയിൽ MSW ചെയ്യുകയായിരുന്നു. ഈ കോഴ്സ് കൃത്യസമയത്ത് തന്നെ വിജയകരമായി പൂർത്തിയാകുവാൻ സാധിക്കുകയാണെങ്കിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നേർന്നിരുന്നു. അതിനുവേണ്ടി അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. തൽഫലമായി കോഴ്സ് സമയത്ത് തന്നെ വിജയകരമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആവിലായിലെ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ഔസേപിതാവിനും പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, എന്റെ പേര് സോജ സന്തോഷ്. ഞങ്ങൾ ബഹ്റിനിൽ താമസിക്കുന്നു. എന്റെ മകന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബഹ്റിനിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. മറ്റൊരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെയിരിക്കെ ഞാൻ മെസ്സേജ് അയച്ച് റാപ്സൺ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് മറുപടിയും തന്നു. കൂടാതെ എന്റെ ഭർത്താവിന്റെ ഒരു സുഹൃത്ത് വ്യാഴാഴ്ചത്തെ ആവിലായിലെ ശുശ്രൂഷകളിൽ ഈ നിയോഗം ബന്ധിതനായ ഈശോയുടെ മുമ്പാകെ കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ എല്ലാം തൽഫലമായി എന്റെ മകന് ഈ അടുത്ത ദിവസം ബഹ്റിനിൽ തന്നെ ജോലി കിട്ടി. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ കർമ്മല മാതാവിനും വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൺ അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, നല്ല ജോലി കിട്ടാൻ കർത്താവ് അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റിയെല്ലാം ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. മഞ്ജു കൂട്ടക്കളം. വർഷങ്ങളായി എന്റെ തൊണ്ടയിൽ വേദനയും ചൊറിച്ചിലും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ക്യാൻസറിന്റെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. തൊണ്ടയിൽ ഭക്ഷണം തങ്ങി നിൽക്കുമായിരുന്നു. തണുപ്പുള്ളവ കഴിക്കാനും പാടില്ലായിരുന്നു. ആവില പള്ളിയിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിൽ പിന്നെ എനിക്ക് ഈ അസുഖം മാറിക്കിട്ടി. എനിക്ക് വേണ്ടി തൊട്ടു സുഖപ്പെടുത്തിയ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകളായിട്ട് തൊണ്ടയിലുണ്ടായിരുന്ന പ്രതിസന്ധി, ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ തങ്ങി നിൽക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവെടുത്ത് മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ പേര് മേരി. ഞാൻ തൊണ്ടി ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കൈമരപ്പും പിടലിക്ക് വേദനയുമായിരുന്നു. ഒക്ടോബർ 27-ന് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പോയി സ്കാനിങ്ങും എടുത്തതിന് ശേഷം തൈറോയിഡ് ആണെന്ന് കണ്ടുപിടിച്ചു. ഉള്ളിലോട്ട് വളരുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. തൊണ്ടയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചു. ക്യാൻസർ ആകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊന്നുമില്ലാതെ ഈശോ എന്നെ രക്ഷിച്ചു. അന്നു മുതൽ ആവില പള്ളിയിൽ പോകാനുള്ള ഓർമ്മ ഈശോ മനസ്സിൽ വരുത്തി. ഡിസംബർ 1 ആവിലയിൽ പോയി അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണ്ട, ആരോഗ്യം കുറവാണ്. അച്ഛൻ എനിക്കൊരു മെഴുകുതിരിയും ബന്ധിതനായ ഈശോയുടെ ഒരു ഫോട്ടോയും തന്നു. 9 വ്യാഴാഴ്ച വന്ന് ധ്യാനവും കുർബാനയും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 3 പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈശോയെ എന്ന പ്രാർത്ഥന, ബന്ധിതനായ ഈശോയുടെ പ്രാർത്ഥന, ഈശോയും മാതാവും എന്റെ സ്വരം കേൾക്കണമേ എന്ന പ്രാർത്ഥനയും, എന്റെ തൈറോയിഡ് മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും റാപ്സൺ അച്ഛനും 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന സാഹചര്യം കർത്താവ് എടുത്തു മാറ്റിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ പേര് സെലിൻ. ഞാൻ ശ്രീകണ്ഠാപുരത്തു നിന്നും വരുന്നു. എന്റെ മകളുടെ ഭർത്താവിന് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞാൻ വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കൂടാതെ എല്ലാ ദിവസവും ഈ ആലയത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയും ചൊല്ലാറുണ്ടായിരുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. എന്റെ മകന് ജോലി കിട്ടി. പരിശുദ്ധ അമ്മയോടും അമ്മ ത്രേസ്യയോടും ബന്ധിതനായ ഈശോയോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ജോലിയുടെ തടസ്സം മാറാനും നല്ല ജോലി ലഭിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഷീന. ഞാൻ കണിച്ചാർ ആറ്റാംചേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2 വർഷമായി ഈ ആലയത്തിൽ വരാൻ തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നന്ദി. എനിക്ക് വലതു കൈയുടെ ഷോൾഡറിന് വേദനയായിരുന്നു. കൂടി വന്നപ്പോൾ തലശ്ശേരിയിൽ ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, നീരാണ്, കാൽസ്യം വന്നടിഞ്ഞ് ഒരു മുഴ പോലെ ആയി മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. 1.5 വർഷം മരുന്ന് കഴിച്ചു, കുറഞ്ഞില്ല. വീണ്ടും കണ്ണൂർ ബേബിയിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത്രയും നാൾ മരുന്ന് കഴിച്ചിട്ട് കുറയാത്തതുകൊണ്ട് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എമർജൻസിയായി പെട്ടെന്ന് സർജറി ചെയ്യാൻ പറഞ്ഞു. നട്ടലിനും പ്രശ്നമുണ്ടായിരുന്നു. അടുത്തയാഴ്ച സർജറിക്ക് റെഡിയാവാൻ പറഞ്ഞു. 2.5 ലക്ഷം രൂപയാണ് സർജറിക്ക് പറഞ്ഞത്. വീണ്ടും ഒരു ഡോക്ടറെ കൂടി കാണാമെന്ന് വിചാരിച്ച് കോഴിക്കോട് മിംസിൽ കാണിക്കാൻ പോയി. പോയ വഴിയിൽ ഈശോയെ എനിക്ക് ആവില പള്ളിയിൽ പോയി കൈകൾ ഉയർത്തി ഈശോയെ സ്തുതിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോയെ വിളിച്ചു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, സർജറി വേണ്ട, 1/2 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ തന്നു. ഇപ്പോൾ 4 മാസമായി ഒരു കുഴപ്പവുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും കോടാനുകോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. എമർജൻസി സർജറി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതാണ്. അടുത്ത ഡോക്ടറെ കാണാൻ പോകുന്നതിന്റെ ഇടയിൽ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയും യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, എമർജൻസി സർജറി വേണം എന്ന് പറഞ്ഞിരുന്നത് സർജറി കൂടാതെ തന്നെ സുഖപ്പെടാൻ കർത്താവ് ഇടവരുത്തിയതിന് ഓർത്തുച്ചത്തിൽ വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് റീന. ഞാൻ ഉളിക്കലിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾ നഴ്സിംഗ് പരീക്ഷയിൽ ഒരു വിഷയം മാത്രം വിജയിക്കാൻ സാധിച്ചില്ല. പലതവണ എഴുതിയിട്ടും പരാജയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റാപ്സൻ അച്ഛന് മെസ്സേജ് അയച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം അച്ഛൻ അത് കാണുകയും പ്രാർത്ഥിക്കാമെന്ന് പറയുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ പരീക്ഷ വന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി. ഉടനെ തന്നെ റിസൾട്ട് വരികയും നല്ല മാർക്കോടെ വിജയിക്കുകയും ചെയ്തു. ഈ വിജയം ഞങ്ങൾക്ക് തന്ന കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ എഴുതുന്ന മക്കൾക്ക് കർത്താവ് ഉന്നതമായ വിജയം അവിടുത്തെ നാമത്തിന്റെ യോഗ്യതകളാൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയാൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ബിജു. ഞാൻ അലക്സ് നഗറിൽ നിന്നും വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2 വർഷം മുൻപ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കുന്നതിനു വേണ്ടി അപേക്ഷിക്കുകയും എന്നാൽ 1 വർഷമായിട്ടും പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ആവിലായിൽ വരികയും അമ്മ ത്രേസ്യയോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും പോകാൻ സാധിച്ചാൽ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തതിന്റെ ഫലമായി 2024 ഫെബ്രുവരിയിൽ വിദേശത്ത് പോകാനും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാനും സാധിച്ചതിന് അമ്മ ത്രേസ്യയോടും ബന്ധിതനായ ഈശോയോടും പരിശുദ്ധ കർമ്മല മാതാവിനോടും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. എൻ്റെ പേര് വിജി. വീട് കുന്നോത്ത്. എൻ്റെ മോളുടെ പഠനാവശ്യത്തിനു വേണ്ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റിനും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനും അപേക്ഷിച്ചിട്ട് വില്ലേജ് ഓഫീസർ അത് ശരിയാക്കി തന്നില്ലായിരുന്നു. കാരണം ഭർത്താവിൻ്റെ SLC സർട്ടിഫിക്കറ്റിൽ ഒരു ചെറിയ പിഴവുണ്ടായിരുന്നു. മോൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് തീരാനായിട്ടും സർട്ടിഫിക്കറ്റ് പാസ്സായില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സർട്ടിഫിക്കറ്റ് ശരിയായി കിട്ടി. എൻ്റെ മോൾ നവോദയ സ്കൂളിലാണ് പഠിക്കുന്നത്. മോളെ കാണാൻ ബസ്സിൽ പോയ സമയത്ത് മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയെ കാണുകയും വല്ലാത്ത ചുമയും ശ്വാസം മുട്ടലുമായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കാണിച്ചിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലായിരുന്ന കുട്ടിക്ക് അച്ഛൻ തന്നിരുന്ന ഈശോയെ എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ഞാൻ അവർക്ക് പ്രാർത്ഥിക്കുവാൻ കൊടുത്തു. ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുമെങ്കിൽ കാണണമെന്നും പറഞ്ഞു. അവർ അച്ഛൻ തന്ന പ്രാർത്ഥിക്കുകയും ചെയ്തു. കുട്ടിക്ക് പൂർണ്ണ സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു. സൗഖ്യം കർത്താവ് കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ. അത്ഭുതങ്ങളും സംഭവിക്കും കാലമല്ലോ ഉണരാ ഉണരാ ഉണരാ.
എനിക്ക് കുറച്ചുനാൾ മുൻപ് വയറ്റിൽ ഭയങ്കര പുകച്ചിലും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എപ്പോഴും വയറ്റിൽ തീ കത്തുന്നത് പോലെയായിരുന്നു. ഞാൻ വളരെ പ്രയാസം അനുഭവിച്ചു. ഞാൻ റാപ്സനച്ചനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. കർമ്മല മാതാവിന്റെ തിരുനാൾ ദിവസം ഞാൻ ഓൺലൈനായി പ്രാർത്ഥന കൂടുകയായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു വയറ്റിൽ പ്രശ്നമുള്ള ഇവിടെ വരാൻ പറ്റാതെ ഓൺലൈനിൽ ശുശ്രൂഷ കൂടുന്ന ഒരു സഹോദരിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. സത്യമായും അത് ഞാനായിരുന്നു. തിരുനാൾ ദിവസം ബിരിയാണിയാണ്. എനിക്കത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനായി ശുശ്രൂഷ കൂടിയത്. അതിനുശേഷം ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. ഒക്ടോബറിലെ തിരുനാളിന് വന്ന് ഭക്ഷണം കഴിച്ചു. സൗഖ്യം നൽകി ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. ജൂലൈ മാസത്തിലെ കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ബിരിയാണി ഓൺലൈനിലായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ വീട്ടിലിരുന്ന് അപ്പൊ ഓൺലൈനിൽ ഇരുന്ന് ശുശ്രൂഷ കൂടുന്നവർക്ക് സന്തോഷിക്കാം. ഓൺലൈനിൽ കൂടിയാലും ആ സൗഖ്യം കിട്ടും. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ജിൽസ്. ഞാൻ കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും വചനം കേൾക്കുകയും പ്രേഷിതവേല ചെയ്തതിന്റെ ഫലമായി തെലുങ്ക് എക്സാം പാസ്സാവുകയും വിദേശത്ത് ഒരു നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചന് 1000 നന്ദി. നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്റെ പേര് ഗംഗ ചാക്കോ. ഞാൻ മുടയരിഞ്ഞിയിൽ നിന്ന് വരുന്നു. ഞാൻ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 2024 12-14 എനിക്ക് എക്സാം ആയിരുന്നു. ആ എക്സാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഈ വർഷവും ഞാൻ പാസ്സാകുവാണെങ്കിൽ ആവില സദനിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് ഈശോയോട് പറഞ്ഞു. അതിന്റെ ഫലമായി ഡിസംബർ 31 എന്റെ റിസൾട്ട് വന്നു. ഞാൻ 400-ൽ 305 മാർക്കോടെ പാസ്സായി. ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും തന്നെ ഞാൻ സാക്ഷ്യമിടാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. എന്റെ മകന് കുറച്ചു നാളുകൾക്ക് മുൻപ് പനിയും കഫക്കെട്ടും വന്നപ്പോൾ മൂക്കിലൂടെ രക്തം വരികയും ചെയ്തു. ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന് മുൻപേ പറഞ്ഞു ആവിലയിൽ സാക്ഷ്യം എഴുതി ഇട്ടുകൊള്ളാമെന്ന്. ആശുപത്രിയിൽ നിന്ന് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഈശോയെ സാക്ഷ്യം എഴുതി ഇടാമെന്ന് പറഞ്ഞെങ്കിലും ഓരോ തിരക്കുകൾ കാരണം സാക്ഷ്യം എഴുതിയിടാൻ സാധിച്ചില്ല. പിന്നീട് അവന് പനി വന്നപ്പോൾ മൂക്കിലൂടെ രക്തം വന്നു. ഈശോയെ അടുത്ത വ്യാഴാഴ്ച തന്നെ വന്ന് ആവിലയിൽ സാക്ഷ്യം എഴുതി ഇട്ടോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എന്റെ പേര് മിനി. ഞാൻ അറബിയിൽ നിന്ന് വരുന്നു. ഞാൻ 3 വർഷത്തോളമായി പറ്റുന്ന എല്ലാ വ്യാഴാഴ്ചകളിലും ആരാധന വന്നു കൂടുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം പറയുകയും ചെയ്യുമായിരുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും ഈശോയെ ഈശോയെ എന്ന ജപവും പ്രാർത്ഥിക്കുകയും മുട്ടിലിഴഞ്ഞ് ഉരുൾനേർച്ച നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഞാൻ സ്കൂട്ടി പഠിക്കുന്നതിനും ഒരു നല്ല വണ്ടി ലഭിക്കുന്നതിനുമായി അച്ഛനെ കണ്ട് പറഞ്ഞു. നവംബർ 22-ാം തീയതി ഞാൻ ലൈസൻസ് ടെസ്റ്റ് പാസ്സാവുകയും അന്ന് വൈകിട്ട് തന്നെ സ്കൂട്ടി ലഭിക്കുകയും ചെയ്തു. 50 വയസ്സുള്ള ഞാൻ 10ാം തരം തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു. എന്റെ ഭവനത്തിലെ 7 ലക്ഷത്തോളം വരുന്ന കടബാധ്യതകൾ കർത്താവ് എടുത്തു മാറ്റി. എന്റെ ആങ്ങളയുടെ ഇരട്ട മക്കളായ ആൽബിൻ, ആൽബ്രട്ട് എന്നിവർക്ക് കുവൈറ്റിലേക്ക് പോകുന്നതിനും ജോലി ലഭിക്കുകയും ചെയ്തു. എന്റെ ചേട്ടന്റെ മകൾ ജോമിക്ക് വിവാഹം കഴിഞ്ഞ് 5 വർഷമായി കുട്ടികളില്ലായിരുന്നു. അവർക്ക് ഇരട്ടകളായ 2 ആൺമക്കളെ ലഭിച്ചു. എന്നാർപുരയിൽ താമസിക്കുന്ന മൂത്ത ചേച്ചിയുടെ മകളുടെ മകൻ ആഞ്ചലോയ്ക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടമാകുന്ന കരാറ്റേകോണസ് എന്ന അസുഖം ബാധിച്ചു. ചികിത്സ കൊണ്ട് കാര്യമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അച്ഛൻ ഫോണിലൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീടുള്ള ചെക്കപ്പിൽ കുട്ടിക്ക് കാഴ്ച കൂടുവാൻ തുടങ്ങി.
മൂത്ത ചേച്ചിയുടെ മകൻ സാജു മംഗലാപുരത്ത് സ്ഥലം വാങ്ങി അതിന്റെ പട്ടയം ലഭിക്കുവാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. ഇവിടെ വന്ന് കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പട്ടയം ലഭിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും കോടാനുകോടി നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു 10ഓളം സാക്ഷ്യങ്ങൾ ഒരുമിച്ച് അതിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് പക്ഷത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് ജോസ്, കേളകത്തു നിന്ന് വരുന്നു. എന്റെ മകന് വിദേശത്ത് ജോലി സ്ഥലത്തു നിന്നും വിസയുടെ കാലാവധി കഴിഞ്ഞ് വിസ പുതുക്കി കിട്ടാതെ വിഷമിക്കുകയായിരുന്നു. 24/11/2024 ഞായറാഴ്ച ഞാൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 21/12/24 അവന് വിസ ലഭിച്ചു. അവന് വിസ നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീ സൗഖ്യം നേടിയ യേശുനാമത്തിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് അനീറ്റ, ചുങ്കക്കുന്ന് ഇടവകയിൽ താമസിക്കുന്നു. ആദ്യം തന്നെ കർമ്മല മാതാവിനോടും ബന്ധിതനായ ഈശോയോടും നന്ദി തേരുന്നു. ഒരുപാട് കുട്ടികൾ ജർമ്മൻ എക്സാമിന്റെ ഡേറ്റിനു വേണ്ടിയും പാസ്സാവുന്നതിനു വേണ്ടിയും കഷ്ടപ്പെടുമ്പോൾ ഒരു തടസ്സവും കൂടാതെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എക്സാം ഡേറ്റ് കിട്ടുകയും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ 4 മോഡ്യൂളും എഴുതിയെടുക്കാൻ സാധിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സൺ അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യയ്ക്കും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് വിൻസി റോക്കി, നീലേശ്വരത്താണ് എന്റെ വീട്. എന്റെ ഭർത്താവിന് കിഡ്നിക്കും ഹാർട്ടിനും പ്രശ്നമുള്ളയാളാണ്. ഡിസംബർ 14-ാം തീയതി നടക്കാൻ പോലും കഴിയാതെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ എക്സ്റേ എടുക്കുകയും എക്കോ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ വെച്ച് ഫോണിൽ റാബ്സൺ അച്ഛനോട് സംസാരിക്കുകയും അച്ഛൻ എന്നോട് പറഞ്ഞു സുഖം പ്രാപിക്കുമെന്നും സാക്ഷ്യം പറയാൻ സാധിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ എന്റെ ഭർത്താവിന് നടക്കുവാൻ സാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എന്റെ പേര് ആശ, സ്ഥലം കീഴ്പള്ളി. എനിക്ക് പൂച്ച കടിച്ചപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ നിർദ്ദേശിച്ചു. ചിലപ്പോൾ അലർജിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. യാതൊരു വിഷമവുമാകാതിരിക്കാൻ ആവില അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. മാധ്യസ്ഥം പറഞ്ഞേക്കാമെന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ യാത്ര ചെയ്യുന്ന വാഹനം പെട്ടെന്ന് നിന്നുപോയി. ഞാൻ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി പരിശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകാതിരുന്ന വണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം സ്റ്റാർട്ടാവുകയും യാത്ര ചെയ്യാനും സാധിച്ചു. എന്റെ ഭർത്താവിന് തൊണ്ടവേദനയും മാറാത്ത കഫക്കെട്ടും എത്ര മരുന്നെടുത്തിട്ടും കുറയാതിരിക്കുകയായിരുന്നു. ഞാൻ ആവില അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് മെർലിൻ, വയനാട്ടിൽ താമസം. എന്റെ ചെറുമകൻ ജെറിന് ലഭിച്ച രോഗസൗഖ്യത്തിന് നന്ദി പറയുവാനാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. ഡിസംബർ 12-ന് അവന് ശക്തമായ വയറുവേദനയും ഛർദിയും ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ട്യൂബിൽ സ്റ്റോൺ ആണ്. 10 ദിവസത്തെ മരുന്ന് കൊടുത്തു. സർജറി ചെയ്യാതെ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ സമയവും പ്രാർത്ഥിക്കുകയും ഈശോയെ എന്ന് വിളിക്കുകയും ചെയ്തു. സർജറി ഇല്ലാതെ സ്റ്റോൺ എടുത്തു മാറ്റണമേ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതി ഇടാമെന്ന് നേരുകയും ചെയ്തു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കഴിഞ്ഞ ആഴ്ച സ്കാനിങ്ങിൽ സ്റ്റോൺ ഇല്ല, സർജറിയും വേണ്ട, മരുന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാ ഉണരാ ഉണരാ. എൻ്റെ പേര് റയോണ. എൻ്റെ വീട് അങ്ങാടിക്കടവാണ്. ഞാൻ +2 കഴിഞ്ഞ് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ പോകുന്നതിന് വേണ്ടി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ വിസ പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്ത് പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നു. അത് കിട്ടുന്നതിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അപ്പം ആ സമയങ്ങളിൽ
ഞാനും എൻ്റെ പേരൻസും ഇവിടെ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വരുമായിരുന്നു. അപ്പം ഒരു ദിവസം അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. അപ്പം റാഫ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് കഴിഞ്ഞ മാസം അവസാനം എനിക്ക് സ്റ്റുഡൻറ് വിസ ലഭിച്ചു. ദൈവത്തിന് മഹത്വം. കരമടിച്ചു കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം ഈശോയേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജോക്കുട്ടി. ഞാൻ പയ്യാവൂരിന്ന് വരുന്നു. എൻ്റെ ഭാര്യ സനതയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. സനതയും കൂട്ടത്തിലുണ്ട്. അവൾക്ക് 1.5 വർഷമായിട്ട് നടുവേദനയും ശരീരവേദന, കൈവേദന, കാൽവേദന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ട് MRI ചെയ്തു. MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്പൈനൽ കോഡിലെ ഡിസ്ക് പുറത്തേക്ക് തള്ളി വന്നിട്ട് ഞരമ്പിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ 1.5 വർഷമായിട്ട് അതിൻ്റെ ചികിത്സയും അതിന് ലാസ്റ്റ് കഴിഞ്ഞ മാസം ഡോക്ടർ ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ പോകാൻ വിഷമമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആയുർവേദ വൈദ്യന്മാരെയൊക്കെ കണ്ടു. അവരും പറഞ്ഞു ഇതൊത്തിരി റിസ്ക്കാണ്, ഞരമ്പ് എല്ലൊക്കെ പൊടിയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വിഷമിച്ചിട്ട് ഞങ്ങൾ വയനാട്ടിൽ വൈദ്യരെ കണ്ട് തിരിച്ച് ഞങ്ങൾ വന്നത് ഈ കൽക്കുരിശങ്കിലേക്കായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം മിനിഞ്ഞാന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അച്ഛന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് അവളുടെ ആ വേദനയുള്ള ഭാഗത്ത് ഒന്ന് കൈകൊണ്ട് തട്ടി. അതിനുശേഷം ഇതുവരെ അവൾക്ക് ഒരു വിഷമവും ഇല്ല. അവൾ എല്ലാ പണിയും എടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ 10 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി, അതിന് ഒത്തിരി ചികിത്സിച്ചതാണ്, ഒരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ അതും അച്ഛൻ്റെ ആ കൈവയ്പിലൂടെ എല്ലാം മാറിക്കിട്ടിയിരിക്കുകയാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, വലിയൊരു മേജർ മിറക്കിളാണ്. ഡിസ്കുകൾക്ക് ബൾജ് ചെയ്തിരിക്കുന്നു. L4, L5, C1 തുടങ്ങി അല്ലേ, C1 തുടങ്ങി താഴത്തേക്ക് S2 വരെ ഉള്ള എല്ലാ ഡിസ്കുകൾക്കും പ്രയാസങ്ങളാണ്. 1.5 വർഷമായിട്ടുള്ള രോഗപീഠയാണ്. ഡിസ്കുകൾ ബൾജ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഞരമ്പ് പിണഞ്ഞു കിടക്കുന്നു. അത് അമർന്നിരിക്കുന്നു, പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. കാലിലേക്ക് വേദന ഇറങ്ങിയിട്ട് 4 വിരകൾക്ക് ഭയങ്കര വേദനയായിരുന്നു. മരപ്പായിരുന്നു. കാല് അനക്കാൻ പോലും വയ്യാത്ത. അങ്ങനെ 1 മാസമായിട്ട് ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഒറ്റ കിടപ്പായിരുന്നു. ഞാനായിരുന്നു വീട്ടിലെ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നെല്ലാം ഇപ്പോൾ എനിക്ക് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ചേട്ടൻ സാക്ഷ്യം പറയുമ്പോ സന്തോഷമൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. 1 മാസം ഭാര്യ ബെഡ് റെസ്റ്റ് ആയാൽ ഭർത്താവ് വിവരം അറിയും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവസാനം സർജറി കഴിഞ്ഞ മാസമാണ്. ഏത് ആശുപത്രിയിൽ നിന്നാണ് സർജറി പറഞ്ഞത്? പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നിന്ന് സർജറി പറഞ്ഞു. അതിനുശേഷം വയനാട്ടിൽ ചികിത്സിക്കാൻ പോയപ്പോ അവര് അവിടെ നിന്ന് പറഞ്ഞു ഇത് ഒന്നുകൊണ്ടും മാറില്ല, എല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സർജറി ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥയിൽ, അതായത് എല്ലാം പോയി എന്ന് പറയുന്നൊരവസ്ഥയിലാണ് കുടുംബം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ബെഡ് റെസ്റ്റ് ആയിട്ട് ഇരുന്ന ആള് ഇപ്പോ നേരെ റെസ്റ്റ് ആയിട്ട് പോസ്റ്റായിട്ട് നിൽക്കാം. നല്ല കൈയടിച്ചൊന്ന് തുള്ളിച്ചാടി കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് സാധ്യമായത് മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ്, അവിടുത്തെ നാമമാണ് അവരെ സുഖപ്പെടുത്തിയത്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ, ഈ ആഴ്ചകളിലൊക്കെ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ ആ ഡിസ്കുകളൊക്കെ ക്രമം തെറ്റിക്കിടന്നതൊക്കെ ക്രമത്തിലേക്കായി. ഹല്ലേലൂയ. തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയുടെ നാമം ഈ സഹോദരിയെ, ബെഡ് റെസ്റ്റിലായിരുന്ന സഹോദരിയെ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കാക്കി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. അന്തർ കണ്ടതും മരണം തോറ്റത് ലാസറുയർത്തത് യേശുനാമത്തിൽ. ബന്ധിതനായ ഈശോയ്ക്കും
ആവിലായൻ്റെ വിസ്താമ ത്രേസ്യായിക്കും കർമ്മല മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഹർഷ, കൊളക്കാട് നിന്ന് വരുന്നു. 2023 വർഷത്തിൽ ഈ ഒരു പുണ്യഭൂമിയിൽ ഒരു 20 ആഴ്ചയോളം വന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. ഹർഷ കുറച്ചും കൂടി അടുത്ത് നിന്നോ. ആ വർഷത്തെ ഉരുള് നേർച്ചയിൽ എൻ്റെ പ്രത്യേകപരമായ നിയോഗം രണ്ടാമതായി ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളതായിരുന്നു. ആ ഉരുള് നേർച്ചയിൽ അമ്മ ത്രേസ്യയോട് ഞാൻ പ്രത്യേക നിയോഗം വെച്ചത് 2024 ഉരുള് നേർച്ചയ്ക്ക് മുമ്പ് എൻ്റെ കയ്യിലൊരു കുഞ്ഞിനെ തരണം എന്നുള്ളതായിരുന്നു. 2024 ജനുവരി മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റായി. 2024 ഓഗസ്റ്റ് മാസം 30-ാം തീയതി ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ അടുത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 5 വർഷം ഒരു ആഗ്രഹിച്ചെങ്കിലും കുഞ്ഞാവുന്നുണ്ടായിരുന്നില്ല. 2023 ഉരുൾ നേർച്ചയുടെ സമയത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത പ്രാവശ്യം ഉരുൾ നേർച്ച നടക്കുമ്പോൾ കയ്യിലൊരു കുഞ്ഞുണ്ടാവണം. അതുകൊണ്ട് ഉരുളാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഓഗസ്റ്റ് 30-ാം തീയതി, അച്ഛന്റെ ബർത്ത്ഡേ ആണല്ലോ, ഓഗസ്റ്റ് 30-ാം തീയതി കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ആത്മാവിൽ പുതുജീവൻ നേടിയതേസുനാമത്തിൽ ദൈവമഹത്വം പാടാം നേടാം യേശുനാമത്തിൽ. ഈശോയേ, ഈശോയേ. അച്ഛനാവണോ? ആൺകുട്ടിയല്ലേ? അതൊക്കെ വിളിച്ച ഈശോയേ. Praise the Lord. എൻ്റെ പേര് റെമി. ഞാൻ എടത്തട്ടിയിൽ നിന്നും വരുന്നു. എനിക്ക് ലഭിച്ച 2 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ 2022 മാർച്ച് 9-ന് എൻ്റെ ചേട്ടൻ, അതായത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, അവർ കോട്ടയത്താണ് താമസിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ചേട്ടന് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റിൽ ചേട്ടൻ്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി, സുഷുമ്ന നാഡിക്ക് ചതവ് സംഭവിച്ചു. അപ്പം എൻ്റെ ചേച്ചി ഇസ്രായേലിന് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് 6 മാസം ആയില്ല, അപ്പോഴാണ് എൻ്റെ ചേട്ടന് ആക്സിഡന്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളി ഇവിടെയുണ്ട്, ആവില പള്ളിയുണ്ട്, നീ ഒന്ന് പോയി അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാമോ ചേട്ടന് വേണ്ടിയിട്ടെന്ന്. അങ്ങനെ ഞാനിവിടെ വന്നു, നേർച്ച നേർന്നു. 9 ആഴ്ച ഇവിടെ വന്ന് ഞാൻ മുട്ടയെ നീന്തി പ്രാർത്ഥിക്കാം, 9 മാസം കൊണ്ട് ദൈവം നീ എൻ്റെ ചേട്ടനെ നടത്തിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് 1 വർഷമായപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഒരു കാലിന് അനക്കം കൊടുത്തു. 2 കാലും തളർന്നു പോയിരുന്നു. ഡോക്ടർമാർ 90% നടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. 1 വർഷമായപ്പോൾ ചേട്ടൻ്റെ ഒരു കാലിന് അനക്കം വന്നു. ഇപ്പൊ 3 വർഷമാകാൻ പോകുന്നു. ഈ മാർച്ച് 9 ആകുമ്പോൾ 3 വർഷമാകും ചേട്ടന്റെ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ചേട്ടന്റെ 2 കാലുകൾ ഇപ്പോൾ നന്നായിട്ട് അനക്കാൻ സാധിക്കുന്നുണ്ട്. കാലിഫർ വെച്ച് നടക്കുന്നുണ്ട്. കരമടിച്ച് നന്ദി പറയാം. അതുകൂടാതെ അപ്പം ഞാൻ ഏപ്രിൽ 2022 ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ജൂൺ മാസം ഞാൻ എൻ്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഇവിടെ കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എങ്ങും പോകാൻ യോഗ്യതയില്ല, എങ്കിലും നീ എനിക്ക് ഒരു വിമാനത്തെ കയറ്റി എന്നെ നീ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പാസ്പോർട്ട് ഞാൻ അന്നേരമാണ് പാസ്പോർട്ട് പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തായാലും പ്രാർത്ഥിക്കുക, നിനക്ക് ഒരിക്കലെങ്കിൽ ഇസ്രായേലിന് വരാൻ സാധിക്കുമെന്ന്. ഞാൻ 10ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ANM നേഴ്സിംഗ് പഠിച്ചിരുന്നു.
അങ്ങനെ ഇസ്രായേലിൽ 2022 ജൂണിൽ ഞാൻ പാസ്പോർട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. 2023 ജൂലൈ 29 ആയപ്പോൾ ഞാൻ ഇസ്രായേലിലെത്തി. കരമടിച്ച് കർത്താവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാനുഗ്രഹിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും ഉണ്ട്. എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.